ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഗെയിമിംഗ് വിത്ത് കെ. സോ ഗൈസ്, നമ്മൾ ഈ അടുത്തൊരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു. അതിൽ അലി ഋഷി പറഞ്ഞ മച്ചാമ്മൻ്റെ എപ്പിസോഡിൽ ഒരു മാച്ച് കളിക്കാൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ ഗൈസ്, നമ്മൾ അയാളുടെ ഒപ്പം കളിച്ചിട്ട് ജയിച്ചോ തോറ്റോ ഡ്രോ ആയോ എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ അറിയാം. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഗൈസ്, നമ്മൾ ഫസ്റ്റ് മാച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 90 മിനിറ്റ് വരെ ഒന്നായില്ല. നമ്മൾ 88 മിനിറ്റ് ഞാൻ ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. സോ അതിൽ ഡ്രോപ്പ് ബാക്ക് നിൽക്കുകയോ ഗോൾ കീപ്പറെ മറികടന്നൊരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു 90 മിനിറ്റ്. നമ്മൾ ആദ്യത്തെ കളിച്ച കളി ഞാൻ ജയിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഡ്രോഗ്ബ കണ്ടോ, ഡിഫൻഡേഴ്സിനൊക്കെ എങ്ങനെയൊക്കെയോ കടന്നു പോയിട്ട് ഫ്രീ കിക്കിലൊരു സെറ്റ് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. സോ അതാണ് ഫസ്റ്റ് മാച്ച് ഉണ്ടായിരുന്നു. സെക്കൻഡ് മാച്ചിൽ അത് തന്നെയായിരുന്നു. ഞാൻ അറ്റാക്ക് ചെയ്യാൻ പോയി 90 മിനിറ്റിൽ, പക്ഷേ അയാൾ ഡിഫെൻഡ് ചെയ്തിട്ട് ഹാളൻഡ് കൊടുത്തു. ഹാളൻഡ് തിരിച്ച് ഹസാഡിക്ക് വീണ്ടും ഹാളൻഡ്. എനിക്ക് ഒരാളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. സോ ലൂയിസ് ഫിഗോ ആയിരുന്നു അവരുടെ ടീമിൽ കൊണ്ട് അടിച്ചത്. അതും 90 മിനിറ്റ് തന്നെയായിരുന്നു ഗൈസ്. അപ്പോൾ ആ കളിയും 1-0 ഞാൻ തോറ്റു ഗൈസ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഗോൾ ഉണ്ടായത്. ലൂയിസ് ഫിഗോ നല്ലൊരു ഗോൾ തന്നെയായിരുന്നു അത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. നല്ലോണം നല്ല ത്രൂട്ട് കൊണ്ട് ലൂയിസ് ഫിഗോ ഒരു നല്ല ഫിനിഷ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഡേവിഡ് റൈറ്റ് ചാടിയിട്ടും കിട്ടിയില്ല. സോ ഫസ്റ്റ് 90 മിനിറ്റ് 19 കളി കഴിഞ്ഞു ഗൈസ്. സോ ഗൈസ്, നമുക്ക് ഒരു ലാസ്റ്റ് മാച്ചാണ് ഗൈസ്. എൻ്റെ മെയിൻ അക്കൗണ്ടിൽ കളിച്ച ലാസ്റ്റ് മാച്ച് ആയിരുന്നു ഗൈസ് ഇത്. സോ ഗൈസ്, ഇതായിരുന്നു ഫൈനൽ മാച്ച്. കിക്ക് ഓഫ് ചെയ്തപ്പോഴേക്കും ഹാളൻഡ് ഒരു ശ്രമം ഉണ്ടായിരുന്നു അറ്റാക്കിന് വേണ്ടി. ലൂയിസ് ഫിഗോ ടു ഡെക്ലൻ റൈസ് ടു ഹാളൻഡ്. ചെലിഞ്ഞ ഹാളൻഡ് ചെലിഞ്ഞെടുത്തു. തക്ലിഫിക്കോ ഉള്ളിക്കൊന്ന് പാസ് ഇട്ട് കൊടുത്തു. ആൻഡ് ബാറ്റിസ്റ്റ ടു റോഡ്രി ടു റഫീന. ഞാൻ റഫീനെ വെച്ചിട്ടൊരു സ്കില്ലിട്ടിട്ട് കറക്റ്റ് സമയത്ത് പാസ് ഇട്ട് കൊടുത്തു. വാണ്ടേക്ക് ഇറക്കുന്നു പിന്നെ. ആൻഡ് അത് തന്നെ കറക്റ്റ് സമയത്തിന് ഷോട്ട് അടിച്ചു. വേറെ ഷോട്ട് ബാറ്റിസ്റ്റ അത് തന്നെ ആദ്യത്തെ ഗോൾ നേടി. നല്ല ഗോൾ തന്നെയാണ് ബാറ്റിസ്റ്റ വെച്ചിട്ട്. സോ അവൻ്റെ കിക്ക് ഓഫ് ചെയ്തു. ഹാളൻഡ് അറ്റാക്കാണ്. സെമന്യോ വെച്ച് അവർ ചുമ്മാ ഉള്ളിക്ക് ഇടാൻ പിന്നെ അടുത്ത് വന്ന് തഗ്ലിഫിക്കോ കക്കെടുത്തു. എംബാപ്പയ്ക്ക് കൊടുത്തു. എംബാപ്പയ്ക്ക് കഫാണ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ബാറ്റിസ്റ്റനെ ഓടിപ്പിച്ചു ഞാൻ. പക്ഷെ കിടക്കാം ഫസ്റ്റ് രണ്ടാമത്തെ അടിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഡിഫെൻഡ് ചെയ്തു. സോ അവൻ്റെ ഫെബ്രിഗാസ് ടു സെമന്യോനെ ചെറിയ തഗ്ലിഫിക്കോ പിടിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഫസ്റ്റ് കളിച്ച 2 കളിയും അത്യാവശ്യം ഒന്നും കളിയിലുണ്ടായിരുന്നില്ല. 90 മിനിറ്റാണ് 2 പേരും ഗോൾ അടിച്ച് കളി ജയിച്ചത്. സോ നമുക്കൊരു ഹാഫ് ടൈം ആയിക്കോട്ടെ, നമുക്ക് സെക്കൻഡ് ഹാഫ് ആയിക്കോട്ടെ, 90 മിനിറ്റാണ് ഗോൾ അടിച്ചത്. ഹാഫ് ടൈമിലൊന്നും അധികം ഒന്നും ഉണ്ടായില്ല. പൊസിഷൻ വെച്ചിട്ട് 2 പേരും കളിക്കായിരുന്നു. അധികം പാസിങ്ങും നല്ല 2 പേരും കീപ്പേഴ്സാണ് ചെയ്യുന്നത് നടത്തിയിട്ടുണ്ടായിരുന്നു. 90 മിനിറ്റാണ് എല്ലാം പാളി പോയത്. ഫസ്റ്റത്തെ കളി ഞാൻ 90 മിനിറ്റ് ഡ്രോപ്പിന് വെച്ച്, സെക്കൻഡ് കളി അയാൾ ലൂയിസ് ഫിഗോനെ വെച്ചും അടിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇതാണ് മൂന്നാമത്തെ കളി. എൻ്റെ എംബാപ്പെ എനിക്ക് അടിക്കാൻ പറ്റിയില്ല. നല്ല ഡിഫെൻഡിങ് തന്നെയായിരുന്നു കക്ക. റൈസ് എടുത്തു. റൈസ് ഉള്ളിക്ക് പാസ് വെച്ച് സമയോ ഹാളൻഡിനായിരിക്കും. ഹാളൻഡ് ഒരു സോളോ കളിക്കാൻ പോകുന്നുണ്ട്. ചെടീനപ്പുറത്ത് എടുക്കാൻ റാഞ്ച് കൊണ്ടുപോയി. ഫാബ്രിഗാസ് മിസ് പാസ്സാണ് അവരുടെ. ഫാബ്രിഗാസ് വന്നിട്ട് ഹസാഡ് ടു ഹാളൻഡ് ഒരു പവർ ഷോട്ട് സെറ്റായിട്ട് തന്നെ ബ്ലോക്ക് ചെയ്തു ഞാൻ. പന്ത് ത്രോയിക്കനെ ഞാൻ കളഞ്ഞു. പന്ത് അവൻ്റെ ത്രോയിനാണ്. കഫുവാണ് എടുക്കാമെന്ന് തോന്നുന്നു. കഫു ടു സെമന്യോ ടു ഹാളൻഡ് ഹാളൻഡാണ് അൺസ്റ്റോപ്പബിൾ. നല്ല ത്രോയിനായിരുന്നു. അത് നല്ല ഗോളായിരുന്നു ഹാളൻഡ് വെച്ച്. ഹാഫ് ടൈമിനുള്ളിൽ തന്നെ അദ്ദേഹം ഡ്രോ ആക്കാൻ നോക്കി. കളി ഡ്രോ ആയി. ആൻഡ് ഹാഫ് ടൈം എത്തുന്നത് ബാറ്റിസ്റ്റയുടെ കിക്ക് ഓഫ് ചെയ്ത കളി കഴിഞ്ഞു. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഹാഫ് ടൈം 1-1 തന്നെയായിരുന്നു. AH ഗെയിമിംഗ് എന്നാണ് ഗൈസ് അയാളുടെ യൂസർ നെയിം. വേണമെങ്കിൽ സെർച്ച് ചെയ്തു. നല്ല പ്ലെയർ തന്നെയാണ്. ആൻഡ് ഗൈസ്, അദ്ദേഹം കിക്ക് ഓഫ് സെക്കൻഡ് ഹാഫ് ടച്ച് ഇട്ടു. ഹസാന് കിട്ടി. ഹസാഡ് ഫാബ്രിഗാസ് സെമന്യോ എടുത്തു. പന്ത് റോഡ്രി എടുത്തു. അപ്പോഴേക്കും കളഞ്ഞു. ആൻഡ് ഹാളൻഡാണ് ജസ്റ്റ് ഡേഞ്ചർ മാൻ. അവരുടെ ടാർഗറ്റ് ഹാളൻഡാണ്. ഹാളൻഡിനോട് ചെന്ന് ഫുൾ അറ്റാക്ക് ചെയ്യുന്നു. എംബാപ്പയെ ചോദ്യം നോക്കാൻ പറ്റില്ല ഗേസ്. ബാറ്റിസ്റ്റയ്ക്ക് ഇട്ടു. അറാഹോ ഉണ്ട്. അറാഹോൻ്റെ ഈ കാർഡ് നല്ല കാർഡാണ് ഗേസ്. അയാൾ ഉപയോഗിക്കുന്ന കാർഡ് 122 ഓവർ ആയാലും കാർഡ് കളഞ്ഞിട്ടില്ലെങ്കിൽ നല്ല കാർഡ് തന്നെയായിരിക്കും ഗേസ്. എൻ്റെ ഇപ്പോൾ നല്ലോണം കളിച്ചു. എൻ്റെ ഫ്രീ ഗേസ് ബാറ്റിസ്റ്റൻ്റെ എങ്ങനെ അടിക്കാൻ പറ്റാണ് ഗേസ്. കോട്ടുകയാണ് ഗേസ്. അത് എങ്ങനെ അടിക്കാനാണ്. സോ ഗേസ്, എൻ്റെ കോർണറാണ്. ഫാബ്രിഗാസ് ടു അറാഹോ. ഗേസ് ബൈസൈക്കിൾ ക്ലിയറൻസ് നേരെ എനിക്ക് കിട്ടി. അത് പുറത്തേക്ക് അടിച്ച് കളഞ്ഞു. ആൻഡ് ഗസ് കഫു വീണ്ടും ത്രോയിൻ. സെമന്യോ എടുത്തു. സെമന്യോ ടു ഹാളൻഡ് ടു കഫു.
കഫു ടു ഹാളൻഡ്. നെസ്റ്റ പന്ത് എടുക്കാൻ നോക്കി, പക്ഷെ അപ്പോഴേക്ക് ഹാളൻഡിന് കിട്ടിയത് ആൻഡ്ലൂസ് പിക്ക് കൊടുത്തു. ചെടിഞ്ഞ് എടുത്തോ പന്ത്. ഫാബ്രിഗാസ് ടു ബാറ്റിസ്റ്റൂട്ട. റഫീന പാസ് എടുക്കുന്ന വാണ്ടേക്ക് കാല് വെച്ചു. എനിക്കെന്നെ കിട്ടിയ പന്ത് റഫീന. ഗാർഡിയോൾ ടു ഹാളൻഡ്. ഹാളൻഡ് അറ്റാക്കാണ്. ഫാബ്രിഗാസ് പോകുന്നുണ്ട്. ഹാളൻഡ് പവർ ഷോട്ട് ബ്ലോക്ക് ചെയ്തു. ഞാൻ ഹസാഡ് ടു ഗാർഡിയോൾ ടു ഓഫ് സൈഡാണ്. ഹാളൻഡ് ഓഫ് സൈഡിലാണ്. അപ്പോൾ നമുക്കൊരു ഫ്രീ കിക്ക് കിട്ടിയില്ലായിരിക്കും. ഫ്രീ കിക്കിന് ഉള്ളിലേക്ക് അടിക്കാൻ പോകുന്നു. റഫീനിക്ക് കൊടുത്തു. റഫീനിക്ക് ടോക്കൺ. റഫീനിക്ക് വന്ന് കിട്ടി. ബാറ്റിസ്റ്റൂട്ട അറാഹു എടുത്തു. വീണ്ടും അറാഹു എടുത്തു. നമുക്കൊരു ചെറിയ കിട്ടിയിട്ടുണ്ടോ. ചെടീനി ഞാൻ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും കിട്ടിയില്ല. ഹാളൻഡ് നെസ്റ്റയ്ക്ക് കിട്ടി. നെസ്റ്റ ഫാബ്രികസ് ചെറിയ ലാഗിങ് ഉണ്ട്. കുഴപ്പമില്ല. പക്ഷേ ടഫ് എടുത്തു. ചുമ്മാ ഷൂട്ട് ചെയ്യുമ്പോൾ ശബ്ദിക്കും. അവർ കിട്ടി. ആൻഡ് റഫീന ടു ഫാബ്രിഗാസ്. ലാസ്റ്റ് അറ്റാക്കാണ് കളി കയറായിട്ട്. റോഡ്രി കക്ക ഗാർഡോളെ മറികടന്നാൽ ഗോൾ അടിക്കാൻ പറ്റുന്ന സമയം തീരില്ല. ചെറിയ ലാഗിങ് ഉണ്ട്. ഗാർഡോളം കടന്നു. ആൻഡ് കക്ക ഗേസ്. There it is the match guys. വീണ്ടും 90 മിനിറ്റ് കക്ക അടിച്ച് കളി കഴിഞ്ഞു ഗേസ്. ദാറ്റ്സ് ദ മാച്ച് എൻ്റെ ഗേസ്. സോ നല്ല പ്ലെയർ തന്നെയാണ് AH ഗെയിമിങ്. ജസ്റ്റ് ലാസ്റ്റ് നിമിഷം പോലും ഡ്രോ ആവാൻ വേണ്ടി ഹാളൻഡ് പോയി, പക്ഷേ കളി സമയം കഴിഞ്ഞതാണ് ഗേസ്. സോ AH ഗെയിമിങ് നല്ല ഒപ്പണൻ്റ് തന്നെയാണ്. നല്ല ഗെയിമിങ്ങാണ്. സ്കൗട്ടിൻ്റെ റേറ്റിംഗ് 10 ഒരു 9 കൊടുക്കാൻ പറ്റും. നല്ല ടീം തന്നെയാണ് ഗേസ്. GG.